വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അസമിലെ വിവാദ നായികയായി മാറിയിരിക്കുകയാണ് വനിതാ സിവിൽ സർവീസ് ഓഫീസറായ നൂപുർ ബോറ. കൈക്കൂലിയായി ലഭിച്ച 2 കോടിയുടെ സ്വർണവും പണവുമാണ് ഉദ്യോഗസ്ഥയായ നൂപുർ ബോറയുടെ വസതികളിൽ നിന്ന് വിജിലൻസ് കണ്ടുകെട്ടിയത്. നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 6 മാസമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. പരാതികളിലേറെയും ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടവയാണ്. 2019 തന്റെ 30ാമത്തെ വയസ്സിലാണ് നൂപുർ ബോറ അസം സിവിൽ സർവീസിൽ പ്രവേശിച്ചത്. കർബി ആംഗ്ലോഗിൽ അസിസ്റ്റന്റ് കമ്മീഷണറായാണ് നൂപുർ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2019 മാർച്ച് മുതൽ 2023 ജൂൺ വരെ അവർ ഈ പദവി വഹിച്ചു. പിന്നീട് 2023 ജൂൺ മുതൽ കാംരൂപിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതുവരെ ബോർബേട്ടയിൽ സർക്കിൾ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. ഇതിനിടയിലാണ് നൂപുറിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നത്. 6 വർഷത്തെ സർക്കാർ സേവനത്തിനിടയിൽ ഔദ്യോഗിക ശമ്പളത്തിന് ആനുപാതികമല്ലാത്ത രീതിയിൽ സ്വത്തുക്കളും പണവും ഉൾപ്പെടെ വലിയ സമ്പത്ത് നൂപുർ ബോറ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ബോർബേട്ടയിൽ റവന്യൂ സർക്കിൾ ഓഫീസറായിരിക്കെ ഇവരുടെ ബിനാമിയായ ലാത് മണ്ടേലിന്റെ പേരിൽ നൂപുർ അനധികൃതമായ ഭൂമി വാങ്ങിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക വിജിലൻസ് സെൽ നടത്തിയ റെയ്ഡിൽ നൂപുറിന്റെ ഗുവാഹത്തിയിലെ വസതിയിൽ നിന്നാണ് ഏകദേശം 90 ലക്ഷം രൂപയും 1 കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തത്.